5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വാശി വരുന്നത് സ്വാഭാവികമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു വാശി ഇടയ്ക്കിടയ്ക്ക് വരാതിരിക്കാനും ഭയങ്കരമായിട്ട് വരാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് 5 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കുട്ടികൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ് കൊടുക്കുക എന്നൊക്കെയാണ്. അതായത് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർക്കൊരു ചോയ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളുടെ ഒരു കൺട്രോളൊക്കെ അവരുടെ കയ്യിൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആഹാരം കുട്ടിക്ക് കൊടുക്കുന്നതിന് മുന്നേ, അതായത് പഴം കൊടുക്കുന്നതിന് മുന്നേ പഴം വേണോ അതോ ആപ്പിളാണോ വേണ്ടത് എന്നുള്ള കാര്യം കുട്ടീനോട് ചോദിക്കാം. മൂന്നാമത്തെ കാര്യം, കുട്ടി എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കാതിരിക്കുമ്പോഴോ ആയിരിക്കുമല്ലോ അവർ ഈ വാശി കാണിക്കുന്നത് കൂടുതലും. അപ്പോൾ അവർ ചോദിച്ച കാര്യം പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നോ പറയുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം, സിമിലർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ വേറൊരു കാര്യത്തിലേക്ക് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, നമ്മുടെ കുട്ടീനെ നന്നായിട്ട് അറിയുക എന്നുള്ളതാണ്. അതായത് അവർക്ക് ഉറക്കം വരുന്ന സമയത്ത്, അവരുടെ മൂഡ് നല്ലതല്ലാത്ത സമയത്ത്, അതായത് വിശക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നല്ല ടയേർഡായിരിക്കും, ഇങ്ങനെയുള്ള സമയത്തൊക്കെ അവരെ പുറത്തോട്ട് കൊണ്ടുപോകാതിരിക്കുക. അതായത് കൂടുതലും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് കൊണ്ടുപോകാതിരിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരെ കമ്പൽ ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയും ഒഴിവാക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം, മേക്ക് എഗ്രിമെൻറ്റ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കിപ്പിക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്ക്രീൻ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻ ടൈമിൻ്റെ ലിമിറ്റേഷൻ അവരോട് പറയുക. അതിനെക്കാട്ടും കൂടുതൽ അവർ കാണുകയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത് പിന്നെ അവരെ കാണിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം അവരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും വേണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും അവരുടെ ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, വിഷമം വരിക, ആ ഒരു ക്രാങ്കിനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു ക്രൈസിസ് അവർ ഓവർകം ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ അവരെ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ നിൽക്കണം. അതായത് വീട്ടിലും നല്ല സമാധാനമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേക്കിനും കുട്ടികളും വേഗം തന്നെ റിലാക്സ്ഡ് ആവുകയും ഹാപ്പി ആവുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം, കുട്ടിയുടെ ഹെൽത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. സോ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി.